വെൽക്കം ടു സ്റ്റഡി നിഫ്റ്റി അഗൈൻ. സോ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് FII DII ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഓരോ സ്റ്റോക്കിന്റെ പുറത്തും FIIs എത്ര ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, അതിൽ നിന്നും ഒരു പീരിയഡിൽ നമ്മൾ നോക്കുന്ന പീരിയഡിൽ എത്രത്തോളം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അവർ കൂട്ടിയോ അല്ലെങ്കിൽ കുറച്ചോ, അത് DIIs ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ഓരോ പർട്ടിക്കുലർ കമ്പനിയുടെ പുറത്ത് അവർ ഇൻവെസ്റ്റ്മെന്റിന്റെ അവരുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയുണ്ട്, അതിൽ നിന്നും എത്ര ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഈ ഒരു രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ബിക്കോസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ജയൻസ് ആൻഡ് ദേ ആർ ദി മാർക്കറ്റ് മൂവേഴ്സ് അല്ലേ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പർട്ടിക്കുലർ കമ്പനിയുടെ പുറത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്ന രീതി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ അവരുടെ വ്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ ആ പർട്ടിക്കുലർ സ്റ്റോക്കിന്റെ പുറത്ത് എന്ത് വ്യൂവിലാണ് വെയിറ്റ് ചെയ്യുന്നത്, അത് അവർ ബുള്ളിഷ് ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റിന്റെ ലെവൽ കൂട്ടുന്നുണ്ടോ, ബെയറിഷ് ആയാണെങ്കിൽ അതൊരു അവരുടെ ഓൾറെഡി ഉള്ള ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് അവർ എന്തെങ്കിലും കുറച്ചിട്ടുണ്ടോ, എത്ര പെർസെൻറ്റേജ് കുറച്ചു, അങ്ങനെയാണെങ്കിൽ അത് എന്തിനായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അവലോകനം നടത്തേണ്ടുന്നത് ഒരു ആവശ്യമാണ്. സോ ദിസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ഫണ്ടമെന്റൽ അനാലിസിസ്. സോ നമ്മൾ ഫണ്ടമെന്റൽ സ്റ്റോക്ക് മാർക്കറ്റ് ഫോർ ബിഗിനേഴ്സിന്റെ ഫണ്ടമെന്റൽ സീരീസിന്റെ നിയർലി 10th ക്ലാസ് ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ ഇല്ല. ആ സീരീസ് എന്തായാലും നിങ്ങൾ പാർട്ട് ഞാൻ എഴുതിയിട്ടുണ്ടാവും, ബട്ട് ഐ ഫർഗെറ്റ് ഇറ്റ്. എനിവേ, കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ പഠിച്ചു വരുന്നത്. പ്രീവിയസ് ക്ലാസ്സസ് ഒക്കെ മിസ് ചെയ്തിട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പ്രീവിയസ് ക്ലാസ്സസ് ഒക്കെ കാണുക. ദിസ് ഇസ് only for very beginners. വലിയ എക്സ്പേർട്സ് ഒന്നും ഈ ക്ലാസ് ഒന്നും കാണേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾക്കെല്ലാം അറിയാം, ഇത് വളരെ ബേസിക് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല, അവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അത്തരത്തിലൊരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പേഷ്യൻസോടുകൂടി കംപ്ലീറ്റ് ലെസണും ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. 1 by 1 ആയിട്ട് പ്രീവിയസ് ക്ലാസ്സസും കണ്ട് മുന്നോട്ട് വരുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. പഴയ ക്ലാസ്സിലെ അതേ കണ്ടിന്യൂഷൻ നടത്തി വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങളുടെ അനുഭവം എന്താണെന്നും കൂടെ രേഖപ്പെടുത്തുക കേട്ടോ. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് അതുപോലെ ഗുണം കിട്ടുന്നുണ്ടോ, ഒരു കമ്പനിയെ പറ്റി ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താനുള്ള പ്രാവീണ്യം കുറച്ചായിട്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ വളരെ സന്തോഷമായിരിക്കും. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ബിഫോർ ദാറ്റ് വൺ തിങ് എന്ന് പറയുന്നത് എന്താണ്, വീഡിയോ ലൈക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം, എല്ലാവരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഭാവിയിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴേ തന്നെ ഒരു ചെറിയ തുക ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. കുറച്ചും കൂടെ റിസ്ക് ഫ്രീ. നമ്മളിങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടി മാനേജ് ചെയ്യുന്നതിനേക്കാൾ അത് ഫണ്ട് മാനേജേഴ്സ് ഉണ്ടായിരിക്കും, അവർ കൃത്യമായിട്ടും മാനേജ് ചെയ്ത് പോകും. പക്ഷേ നിങ്ങൾക്ക് ഏത് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യണം എന്നുള്ളതും ആ മ്യൂച്വൽ ഫണ്ട് എന്ത് ബിഹേവിയർ പാറ്റേണിലുള്ളതാണ്, എന്ത് കാറ്റഗറി ഗ്രോത്ത്, എന്ത് ഫണ്ടാണ്, ഏത് നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയും അത് ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് പോകുന്നു, അതിൻ്റെ എക്സ്പെൻസസ് എന്താണ്, അതിൻ്റെ ഫണ്ട് മാനേജറുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, അത് അണ്ടർലൈങ് അസറ്റ് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഏതാണ്, അതിൻ്റെ പെർഫോമൻസും ആ ഒരു പർട്ടിക്കുലർ ഫണ്ടിൻ്റെ പെർഫോമൻസും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എങ്ങനെ പോകുന്നു, ഇത്തരം 100,000 കാര്യങ്ങൾ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് സ്റ്റോക്കിന് നടത്തുന്ന പോലെ തന്നെ നമ്മൾ ഓരോ മ്യൂച്വൽ ഫണ്ടിനും നമ്മൾ നടത്തേണ്ടതുണ്ട്. ഓക്കെ, സോ അത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് ഒരു ശരിയായ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ആവശ്യം നിങ്ങൾക്കുള്ളത്. സോ ഞാനൊരു രജിസ്റ്റേർഡ് ഡിസ്ട്രിബ്യൂട്ടറാണ്. എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളെല്ലാവരും ഫണ്ട് ചൂസ് ചെയ്യുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് നല്ല ഫണ്ട് ചൂസ് ചെയ്യാം, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ അവർ FII DII ആക്ടിവിറ്റി ക്ലാസ് നൗ. ഓക്കെ, നിങ്ങളെല്ലാവരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇന്നെന്താ പഠിക്കാൻ പോകുന്നത്, FII DII ആക്ടിവിറ്റീസ് അല്ലേ. FII എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അതായത് വിദേശത്ത് നിന്നും നമ്മുടെ രാജ്യത്തെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് വലിയ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി സിമ്പിളായിട്ട്. പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവർ പ്രീവിയസ് ക്ലാസ്സസ് നോക്കി പഠിക്കുക. സോ FIIs എന്ന് പറയും. അപ്പോൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു കമ്പനിയുടെ പുറത്ത് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം നടത്തിയിട്ടുണ്ട്, പിന്നെ റീസെൻറ്റ് പീരീഡിൽ അവർ എത്രത്തോളം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? ഒരു പർട്ടിക്കുലർ പീരിയഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്ര, അതിൽ നിന്നും ഈ ഒരു ലേറ്റസ്റ്റ് പീരിയഡിൽ അവർ കൂട്ടി അല്ലെങ്കിൽ കുറച്ചു എന്നുള്ള കാര്യം നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പുറത്തുള്ള താല്പര്യം കുറയുന്നുണ്ടോ അതോ കൂടുന്നുണ്ടോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി അതെന്താ നമുക്ക് ഗുണം ചെയ്യുക? ഒരു പരിധി വരെ നമുക്ക് എന്ത് രീതിയിൽ ഗുണം ചെയ്യും? നമ്മൾക്കും അതേമാതിരി ഓക്കെ ആ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഷെയർ വിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും? അവരുടെ കാൽക്കുലേഷൻസിൽ നമ്മളെക്കാൾ എത്രയോ മികച്ച രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ അഡ്വാൻസ്മെൻറ്റ്സ് അവരുടെ കയ്യിലുണ്ട് ഒരു കമ്പനിയെ വിലയിരുത്താനുള്ളത്, അല്ലേ? അപ്പോൾ അതിൻ്റെ ബേസിസിൽ അവർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കും അതേമാതിരി ഇതേ ഫോളോ ചെയ്യുന്ന FIIസും DIIസും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന എത്രയോ റീറ്റെയിലേഴ്സ് ഉണ്ട്. അതൊക്കെ ബേസിസ് ഓൺ ഫണ്ടമെൻ്റൽ അനാലിസിസ് വഴിയാണ്. സോ അത്തരം കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി അതിനെ മാത്രം ഫോളോ ചെയ്യുന്നവർ വരെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ നിങ്ങളിവിടെ നോക്കൂ, അതിനും ഇവിടെ നോക്കൂ, ഇവിടെ FIIs ഫസ്റ്റ് നോക്കൂ. FII ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? FIIs എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എത്രയാണ് ഈ കമ്പനിയുടെ പുറത്ത് മൊത്തം ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ കമ്പനി ഏതാണ്? ഇതാണ് ഈ കമ്പനിയുടെ പേര്. നോക്കൂ, ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പുറത്ത് എത്രമാത്രം ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 4.48% ആണ്. ആ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇവിടെ എത്രയാണ് കൊടുത്തേക്കുന്നത്? 42,70,00,000. 42 കോടിയുടെ 10% എന്ന് പറഞ്ഞാൽ എത്ര? 4 കോടി അല്ലേ? 4,20,00,000. അതിൻ്റെ 5% ഏതാണ്ട്, അപ്പോൾ എത്ര നോക്കൂ, ഏതാണ്ട് 2 കോടിയോളം ഷെയർസ് FIIs ഈ ഒരു കമ്പനിയുടെ പുറത്ത് നടത്തിയിട്ടുണ്ട്. 2 കോടി ഷെയർസ് അവരുടെ കയ്യിൽ ഇരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 42 കോടിയിൽ 2 കോടി ഷെയർസ് FIIയുടെ കയ്യിലിരിക്കുകയാണ്. 68% ആരുടെ കയ്യിലിരിക്കുന്നു? പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലിരിക്കുന്നു. അത് നോക്കണ്ട. അപ്പോൾ FIIസിൻ്റെ കയ്യിൽ 2 കോടി ഷെയർസ് ഉണ്ട്. ഒരു ഷെയറിൻ്റെ വില എത്ര? 307 രൂപ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 307 രൂപ വിലയുള്ള 2 കോടി ഷെയർസ് ഇരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മളെ കൊണ്ടൊക്കെ എത്ര വാങ്ങാൻ പറ്റും? 1000, 2000, 3000, 500, 100 അല്ലെങ്കിൽ 10,000 വാങ്ങിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ 1,00,000 ഷെയർ വാങ്ങിച്ചാലോ അതും ഒന്നും അല്ല എന്നർത്ഥം, അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 കോടി ഷെയർസ് അപ്രോക്സിമേറ്റ്ലി ഇവരുടെ കയ്യിൽ ഈ ഒരു കമ്പനിയുടെ ഷെയർ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ അത്രയും കോടിക്കണക്കിന് ഷെയർസ് വാങ്ങിക്ക് വെക്കുകയാണെങ്കിൽ അതിനർത്ഥം അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ അതിൻ്റെ പുറത്തുണ്ടാകും. അല്ലെങ്കിൽ അവർ അത്ര ചുമ്മാ നോക്കിയിട്ട് ഈ 2 കോടി ഷെയർസ് വാങ്ങുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വാങ്ങുക? ദേ ഹാവ് ദെയർ ഓൺ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലേ? അപ്പോൾ അതിൻ്റെ പുറത്ത് അവർക്ക് അതിൻ്റെ താല്പര്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ നാളെ ആ കമ്പനിയുടെ ഗ്രോത്ത് വളരും എന്നുള്ള സാധ്യത ഉണ്ടെങ്കിലല്ലേ അവർ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തത്തുള്ളൂ. സോ അത് ഫസ്റ്റ് പോയിന്റ് മനസ്സിലാക്കുക. അടുത്തത് എന്താ മനസ്സിലാക്കുക? DIIs ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്ര വാങ്ങിച്ചിരിക്കുന്നു? 0.75%. കണ്ടോ? അപ്പോൾ 0.75%, 1% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 കോടിയിൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 42 ലക്ഷമാണ്. ഒരു ഓൾമോസ്റ്റ് 10-30 ലക്ഷം ഷെയർസ് ആരുടെ കയ്യിലും ഉണ്ട്? DIIസിൻ്റെ കയ്യിലും ഉണ്ടെന്നർത്ഥം, അല്ലേ? അപ്പോൾ ഇതാണ് ടോട്ടൽ ഹോൾഡിംഗ് പാറ്റേൺ. FIIs എത്ര? ഏതാണ്ട് 2 കോടി ഷെയർസ് അവരുടെ കയ്യിലുണ്ട്. DIIസിൻ്റെ കയ്യിൽ എത്ര? ഏതാണ്ട് 10-30 ലക്ഷം ഷെയർസ് അവരുടെ കയ്യിലും ഉണ്ട്. സോ ഇവരാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത് ചേഞ്ച് ഇൻ ഹോൾഡിങ്സ് ആണ്. അത് നോക്കൂ, ചേഞ്ച് ഇൻ FII ഹോൾഡിങ്സ്. കണ്ടോ? അപ്പോൾ ചേഞ്ച് ഇൻ FII ഹോൾഡിങ്സ് എന്ന് പറയുന്നത് എന്താണ്? എത്രയായിരുന്നു ഇവരുടെ ടോട്ടൽ ഹോൾഡിങ്, അതിൽ നിന്നും പർട്ടിക്കുലർ ഈ റീസെൻറ്റ് പീരിയഡിൽ അവരുടെ ഹോൾഡിംഗ് ഇപ്പോൾ അവരെന്ത് ചെയ്തു? മേലും 0.06% വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതൊരു പ്ലസ് പോയിന്റ് അല്ലേ? അപ്പോൾ കമ്പനിയുടെ പുറത്തുള്ള വിശ്വാസം കൂടുന്നത് കൊണ്ടല്ലേ അവർ വീണ്ടും അത് കമ്പനി ഇനി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും, അല്ലേ? അതുകൊണ്ട് അവർ ഇൻക്രീസ് ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്തുകൂടെ? അതൊരു പോയിന്റ്. അടുത്തത് ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കൂ, 0.75 നിന്നും അവർ -0.28%. അവരെന്ത് ചെയ്തിരിക്കുന്നു? അവരുടെ ഷെയർസ് അവർ കുറച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഒരാൾ കൂട്ടി അവരുടെ എക്സിസ്റ്റിങ്ങിൽ നിന്നും കൂടുതൽ അഡീഷണലി ഒരാൾ വാങ്ങിച്ചു, ഇനി ഒരാൾ എക്സിസ്റ്റിങ്ങിൽ നിന്നും ഉള്ളത് കൂടുതൽ അഡീഷണൽ നിന്നും കുറച്ചു അവർ കയ്യിൽ നിന്നും.
സോ ഇത് രണ്ടും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓക്കെ, അപ്പം മെയിൻലി ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം FIIs എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് റീറ്റെയിലേഴ്സ് നോക്കിയിരിക്കുന്നത്. DIIs എന്ത് ചെയ്താലും അവർക്കൊരു കുഴപ്പമില്ല, പക്ഷെ DIIsന് നോക്കണം എന്നാണ് എൻ്റെ വാദം. കാരണം FIIsനേക്കാൾ കൂടുതൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഒരു കാരണവർക്ക് നമ്മളെ വീട്ടിലെ കാരണവരെ പറ്റിയിട്ട് എന്തറിയാം, വളരെ കുറച്ച് കാര്യങ്ങളല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇവിടുത്തെ വീട്ടിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ വീട്ടിലെ കാരണവർക്കല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. സോ അതേമാതിരി നമ്മുടെ നാട്ടിലുള്ള DIIsനല്ലേ നമ്മുടെ നാട്ടിലെ കമ്പനീസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. പക്ഷേ ഇനിയൊരു വിചിത്രമായ സംഭവം എന്താണെന്നറിയോ, മോസ്റ്റ്ലി ഈ കമ്പനീസിൻ്റെയൊക്കെ ലിസ്റ്റഡ് കമ്പനീസിൻ്റെയൊക്കെ വലിയ കമ്പനീസിൻ്റെയൊക്കെ അവരുടെയൊക്കെ ഈ അക്കൗണ്ട്സ് ബുക്കിംഗ്, ചാർട്ടേഡ് അക്കൗണ്ടിങ് എല്ലാം മെയിൻലി കൈകാര്യം ചെയ്യുന്നതൊക്കെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്പനീസാണ്, അല്ല ഇൻവെസ്റ്റേഴ്സ് അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന FIIsനെ ഫോളോ ചെയ്യുന്നത് തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. കാരണം മാർക്കറ്റിനകത്ത് എന്ത് വരാൻ പോകുന്ന കാലയളവിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മുൻകൂട്ടി കാണാൻ അവർക്കായിരിക്കും കൂടുതൽ കപ്പാസിറ്റി ഉണ്ടാവുക. അത്രയേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. ഓക്കെ, സോ FII DII ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, FIIs ടോട്ടൽ എത്ര ഹോൾഡിംഗ് ചെയ്യുന്നു, റീസെൻ്റ്ലി അവരിപ്പോൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്. DIIsഉം FIIsനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ബോത്ത് രണ്ടുപേരും പ്ലസ്സിലാണെങ്കിൽ ആ കമ്പനി എന്താണ് ഇനി മുന്നോട്ട് തന്നെ പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി രണ്ടുപേരും സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്, കമ്പനി തീർച്ചയായിട്ടും താഴ്പോട്ടേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കാം. ഇനി ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണെങ്കിൽ, അത് പ്രത്യേകിച്ച് FIIs സെല്ലിംഗ് മോഡിലാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പുറത്ത് അത് കുറച്ച് ഒരു പോയിന്റ് ഓഫ് വീക്ക്നെസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇതൊക്കെ ഏത് നിമിഷം വേണേലും മാറാം കേട്ടോ. സോ അത് നമുക്ക് ആ ഡേറ്റാസൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്തിൽ നോക്കിയാൽ അറിയാം. ഇവിടെ നോക്കൂ, ഇവിടെ ഇൻവെസ്റ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻവെസ്റ്റേഴ്സ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടും. നോക്കൂ, പ്രൊമോട്ടേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണ്? വെറും FIIs DIIs മാത്രമാണോ? അല്ല, ഒരു കമ്പനിയുടെ ടോട്ടൽ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണ്? പ്രൊമോട്ടറാണ് അതിൽ ഫസ്റ്റ് പാർട്ട് വരുന്നത്. ഇവിടെ പ്രൊമോട്ടർ എന്ന് പറയുന്നത് ആരാണ്? കമ്പനിയുടെ പ്രീവിയസ് ഓണേഴ്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ആ കമ്പനി അവർ തന്നെയായിരുന്നു ആദ്യം സ്ഥാപിച്ചതും, പിന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവർ പ്രൊമോട്ടേഴ്സ് എന്നുള്ള പേരിലേക്ക് മാറി. കമ്പനിയുടെ ഓണേഴ്സ് അവരുടെ കയ്യിൽ എത്ര? മാർച്ച് 2023 74% ഉണ്ടായിരുന്നു. അത് ഓരോ ക്വാർട്ടർ വൈസിൽ, ഇയർലി നോക്കാം, ക്വാർട്ടർ വൈസ് ഓരോ ക്വാർട്ടറിലും ചില ക്വാർട്ടേഴ്സിൽ അവർ കുറച്ചു, വീണ്ടും കുറച്ചു, നല്ലോണം കുറച്ചു. ഇവിടെ എത്തിയപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു നോക്കൂ, ജൂൺ 2024 നിന്നും അത് ഡിസംബറിലേക്ക് വന്നപ്പോഴേക്കും വീണ്ടും ഡിസംബർ 2024 68.11 ആയിരുന്നു. നല്ല ശ്രദ്ധിക്കുക, ഡിസംബറിൽ 68.11 ആയിരുന്നു. അത് ഡിസംബർ 2025 ആയപ്പോൾ 68.31. അതായത് പ്രൊമോട്ടേഴ്സ് തന്നെ അവരുടെ ഷെയർസിനെ അവർ വാങ്ങുന്നു എന്നർത്ഥം അല്ലേ. ഇവിടെയൊക്കെ കൂടി വന്നിട്ട് ഇവിടുന്ന് കുറഞ്ഞ് വന്ന് ഇവിടെ നല്ല ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങൾക്ക്. സെപ്റ്റംബർ 2024 68.11. അതേ ഇത് തന്നെയാണ് ഡിസംബർ 2024 68.11 കോൺസ്റ്റന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് മാർച്ച് ആയപ്പോഴും അതേ കോൺസ്റ്റന്റ്, ജൂൺ ആയപ്പോഴും അതേ കോൺസ്റ്റന്റ്, സെപ്റ്റംബറിൽ വീണ്ടും കുറഞ്ഞു. പക്ഷെ ഡിസംബർ ഈ കഴിഞ്ഞ തൊട്ട് മുന്നത്തെ ക്വാർട്ടറിൽ എന്താ സംഭവിച്ചത്? ഇതിനെല്ലാം അപേക്ഷിച്ച് അവർ കൂടുതലാക്കി. കണ്ടോ, 6.11 പകരം 6.31, അതായത് 0.2% അവർ അഡീഷണൽ ഷെയർ വാങ്ങിച്ചു എന്നർത്ഥം. ബൈബാക്ക് ചെയ്തു, അവർ തന്നെ അവരുടെ കമ്പനി ഷെയർ തിരിച്ചു മേടിച്ചു. ഒന്ന്. ഇനി FIIs നോക്കൂ, 0.01% നിന്നും കൂട്ടി വരികയായിരുന്നു കേട്ടോ. നോക്കൂ, കൂട്ടി നോക്കൂ, സെപ്റ്റംബർ 2025 4.42 ആയിരുന്നു, ഇപ്പോൾ അത് 4.48 ആയിട്ട് അവർ ഗ്രാജുവലി കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഡേറ്റ നിങ്ങൾ നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ഫ്രീ തന്നെയാണ്. ഇത് നോക്കാൻ നിങ്ങൾക്ക് ഒരു കാശും ഇതിന് കൊടുക്കണ്ട. ഈ ഒരു സ്ക്രീനർ .in പോവാ, നിങ്ങൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. എനിക്ക് ഇവരുമായിട്ട് അന്തർലീനമായിട്ടുള്ള ഇടപാടൊന്നുമില്ല. ഫ്രീ ആയതുകൊണ്ട് നിങ്ങൾക്കും അത് ഫ്രീ ആയിട്ട് ലഭിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇനി DIIs നോക്കൂ, DIIs എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കാം നമുക്ക്. DIIs കൂടുതലുണ്ടായിരുന്നത് ഈ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ 2025 ക്വാർട്ടർ.
ഡിസംബറിൽ. അത് 0.75% ആയിട്ട് അവർ കുറച്ചു. കഴിഞ്ഞ മുന്നേ ആയത് അത് 1.03% ആയിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ കുറച്ചിരിക്കുന്നു. പബ്ലിക് സൈഡിൽ നോക്കൂ, പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്നും 23%, 25, 26, 25, 25, 26, ലാസ്റ്റ് 26.46 നിന്ന് 26.45 കുറഞ്ഞു. മാർക്കറ്റ് കുറച്ച് ഡൗൺ വന്നപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓവറോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഇൻവെസ്റ്റേഴ്സ് ഇതെല്ലാം കൂടി എത്ര പേരുടെ കയ്യിലാണ് മൊത്തം ഇരിക്കുന്നത്? അത് 3,88,000 പേരുടെ കയ്യിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ എത്ര? 3,87,000 പേര്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്, കുറച്ചും കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് ടോട്ടൽ. ഇത് ക്വാർട്ടർലി. ഇനി ഇയർലി ബേസിസ് നോക്കിയാലോ? ഇയർലി ബേസിസ് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് 55% തുടങ്ങി ഇപ്പോൾ 68.31 അവർ ഓരോ കാലങ്ങളിലും അത് മേടിച്ചു കൊണ്ടേയിരിക്കുന്നു. FIIs ആണെങ്കിൽ 0.01% തുടങ്ങി 2017 0.01% തുടങ്ങി അവരിപ്പോൾ 4.48 അറ്റ് ദ പീക്കസ്റ്റ് ലെവലിൽ നിൽക്കുകയാണ്. FIIs മാക്സിമം ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് പർച്ചേസിലാണ് അവർ നിൽക്കുന്നത്. DIIs ആണെങ്കിലോ മാക്സിമം വലുതാക്കി 9% വരെയൊക്കെ കൂട്ടിയത് ഇപ്പോൾ വെറും 0.71% ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. പബ്ലിക്കിൻ്റെ സൈഡിലാണെങ്കിലും അതേമാതിരി 26 വലിയ നോക്കൂ. ഇയർലി ബേസിസ് നോക്കുകയാണെങ്കിൽ 2025 മാർച്ചിൽ നിന്നും ഡിസംബർ 2025 വന്നപ്പോഴേക്കും അതെന്താ സംഭവിച്ചിരിക്കുന്നത്? ഡിസംബർ മീൻസ് ദിസ് ഈസ് ദ ലാസ്റ്റ് ക്വാർട്ടർ. ഓക്കെ, ഇനി അടുത്ത മാർച്ചിൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ അവർ ഓൾമോസ്റ്റ് കൂടി തന്നെ നിൽക്കുന്നത്. ടോട്ടൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം ഇതിൽ കൂടി തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് 3,83,000 ടോട്ടൽ നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. മൊത്തം ഈ കമ്പനിയുടെ ഷെയർസ് എല്ലാവരുടെയും ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഷെയർ ഒരാളുടെ ഒരു ഷെയർ ഉണ്ടെന്ന് വെച്ചോളൂ, അയാളും ഈ എണ്ണത്തിൽ പെടും. ഓക്കെ, സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തം ഇപ്പോൾ എത്ര പേരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടിയിരിക്കുന്നു എന്നർത്ഥം. കഴിഞ്ഞ ക്വാർട്ടർ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ക്വാർട്ടറിൽ കൂടിയിരിക്കുന്നു എന്നർത്ഥം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക. അതിൽ നിന്നും FIIs DIIs പൊതുവേ നമ്മൾ മനസ്സിലാക്കുക, പിന്നെ പ്രൊമോട്ടേഴ്സിന് മനസ്സിലാക്കുക, പിന്നെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് മനസ്സിലാക്കുക. സോ ഓവറോൾ ട്രെൻഡ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് പിടികിട്ടും? നമുക്ക് കമ്പാരിറ്റീവ്ലി ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തെ മാർച്ച് 25 ഡിസംബറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് നോക്കൂ, ആകെ DIIസിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമേ ഒരു കുറവ് വന്നിട്ടുള്ളൂ. പക്ഷേ അതിനെല്ലാം ബാലൻസ് ചെയ്തിരിക്കുന്ന ആരാണ്? DIIസിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. 3.86 നിന്നും FIIs 4.48 വർദ്ധിച്ചു. അതായത് DIIs ഇവിടെ 1% വെറും 0.75% DIIs കുറച്ചിട്ടുള്ളൂ. പക്ഷേ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ആരൊക്കെയുണ്ട്? റീറ്റെയിലേഴ്സും FIIസും പ്രൊമോട്ടേഴ്സും ചേർന്ന് അതിനെ കംപ്ലീറ്റ്ലി അക്വയർ ചെയ്തു. അതായത് ഇപ്പം മാർക്കറ്റിൽ ഇതിൻ്റെ എക്സാക്ട്ലി പറഞ്ഞാൽ 2025 മാർച്ചിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തെക്കാൾ കൂടുതലാണ് ഡിമാൻഡ് എന്നർത്ഥം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടുന്ന രീതി. ഇങ്ങനെ നോക്കുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇത് എവിടെ നിന്ന് വന്നു? ഇതേ സിമ്പിളായിട്ട് നമ്മൾ ഇത് ഹോം പേജ് ലിസ്റ്റ് വ്യൂവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. FIIs, then DIIs, ചേഞ്ച് ഇൻ FII ഹോൾഡിങ്, ചേഞ്ച് ഇൻ DII ഹോൾഡിങ്. ഇതിൽ നിന്ന് നമുക്ക് FII DIIസിൻ്റെ കാര്യങ്ങൾ പിടികിട്ടി. ദെൻ കംസ് ടു ഇൻവെസ്റ്റേഴ്സ്. ഇവിടെ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാം. അത് തന്നെ ക്വാർട്ടർലിയും മനസ്സിലാക്കാം, ഇയർലിയും മനസ്സിലാക്കാൻ പറ്റും. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ നിന്ന് റീഡ് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, സോ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. പിന്നെ ആസ് എ ഡിസ്ക്ലൈമർ, മ്യൂച്വൽ ഫണ്ട് സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് തന്നെയാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. ബട്ട് റിസ്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കത്തില്ല, മിനിമൈസ് ചെയ്യാൻ നല്ല ഫണ്ട്സ്, നല്ല പെർഫോമിംഗ് ഫണ്ട്സ് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ദീർഘകാല ക്യാപിറ്റൽ അപ്രിസിയേഷനിലേക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് ഒരു നല്ല ഉപാധി തന്നെയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടാകും. കോമ്പൗണ്ടിങ്, പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്രോത്തിലേക്കൊക്കെ പോകാൻ സാധിക്കും. നിങ്ങളൊരു വെറും 5,000 രൂപ വെച്ച് ഇപ്പോൾ ചെറിയ ഒരു 10, 25 വയസ്സ്, 30 വയസ്സ് പ്രായത്തിലൊക്കെയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മാസം ഒരു 5,000 രൂപ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളൊന്നും കൺസിഡർ ചെയ്യേണ്ട, ഇപ്പോൾ ഒന്നുമേ കൺസിഡർ ചെയ്യേണ്ട. ഒരു 5,000 രൂപ വെച്ച് നിങ്ങളൊരു 10 to 20 ഇയേഴ്സിലേക്കൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു നിങ്ങളുടെ ഒരു നല്ല 40th ഏജിലൊക്കെ എത്തുമ്പോൾ, 45 ഏജിലൊക്കെ എത്തുമ്പോൾ അത് തന്നെ ഒരു 1.5 കോടി രൂപയായിട്ട് നിങ്ങൾക്ക് മാറി കിട്ടും.
സോ ദറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ് ടു ലേൺ. സോ നിങ്ങൾ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കൂ. നമുക്ക് 1-to-1 കമ്മ്യൂണിക്കേഷൻ്റെ ടൈമിംഗ് ഫിക്സ് ചെയ്യാനുള്ളൊരു മെസ്സേജ് അയക്കൂ. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വ്യൂസ് എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.